ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. രാവിലെ തന്നെ ഉണർന്നെഴുന്നേറ്റ് നമ്മളിതാ പൂവൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അതിന് ശേഷമാണ് നമ്മുടെ ഈ ദിവസം തന്നെ തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥനയോടുകൂടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഡേ തന്നെ ആയിരിക്കും കേട്ടോ. ശീലമില്ലാത്തവർ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ മൗഗ്ലിക്കുട്ടൻ്റെ വെള്ളം കുടിച്ചുകൊണ്ട് കിണറ്റിൻകരയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി കോഴിമക്കളെ നമുക്ക് നോക്കാം. അപ്പോൾ വാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു. കോഴിമക്കളാണെങ്കിൽ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കും. കാരണം ഞാൻ വന്ന് കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ നേരെ തന്നെ നിൽക്കുന്നത്. നിൽക്കുമ്പോഴാണെങ്കിൽ നീട്ടി കൂവിയാണ് നിൽക്കുന്നത്. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചെടിയുടെയൊക്കെ ആ സൈഡിലായിട്ട് നിൽക്കുകയാണ്. കാരണം അവിടെയൊക്കെ ഒരു നനവുണ്ട്. അപ്പോൾ ആ നനവിൽ കിടക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഉച്ചതിരിഞ്ഞിതാ നമ്മൾ കട്ടൻ ചായയും അതുപോലെ തന്നെ നേന്ത്രപ്പഴവും 2 റസ്ക്കൊക്കെ എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കുറേ നാളെത്തുമ്പോൾ നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ റസ്ക് വാങ്ങും കേട്ടോ. റസ്ക് വല്ലപ്പോഴും വാങ്ങിയില്ലെങ്കിൽ എന്തോ ഒരു വിഷമമാണ് കേട്ടോ. കാരണം കുറേ കാലമായില്ലേ ഈ റസ്ക്കൊക്കെ കണ്ടിട്ടെന്ന് തോന്നിപ്പോകും. അപ്പോൾ അത് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പനി വരണമല്ലേ, പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ റസ്ക് കാര്യങ്ങളൊക്കെ വാങ്ങാറ്. അപ്പോൾ ഇന്ന് ഞാൻ ദാ ഇവിടെ തോടൊക്കെ കീറി അവിടെ കുമ്മായൊക്കെ വിതറി കഴിഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മണ്ണ് നല്ല ട്രീറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് എന്തെങ്കിലും വിത്തുകളൊക്കെ അതിൽ നടാനായിട്ട്. അപ്പോൾ പാവയ്ക്കാത്തടം ഞാൻ എടുത്തും കഴിഞ്ഞ് അതിലൊരു ബക്കറ്റ് വെള്ളമൊക്കെ നിറച്ച് വെച്ചിരുന്നതാണ്. ആ ഒരു സ്ഥലത്ത് കൊള്ളാവുന്ന അത്ര കോഴിമക്കൾ കയറി കിടന്നും കഴിഞ്ഞ് ആ തടമൊക്കെ അതേ പോയിട്ടുണ്ട് കേട്ടോ. അവർ തണുപ്പാവാൻ വേണ്ടിയിട്ടാണ് ശരീരത്തിന്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെയൊക്കെ കിടക്കുന്നത്. 3-4 പേരുള്ളെങ്കിലും കോഴികളെയൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സമയം പോകുന്നത് അറിയില്ല കേട്ടോ. അവരെ അങ്ങോട്ട് അഴിച്ചു വിട്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് തോന്നും കേട്ടോ. നമ്മളങ്ങനെ ഇരുന്ന് പോകും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട് വൃത്തിയാക്കുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന ചില ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. നമ്മൾ എന്നും ഇങ്ങനെ അടിച്ചു വാരി അല്ലെങ്കിൽ തുടച്ചൊക്കെ ഇങ്ങനെ പോകില്ലേ, എല്ലാവിടെയും ക്ലീനായി എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ നമ്മുടെ കർട്ടൻ ഉണ്ടല്ലോ, ഈ കർട്ടൻ്റെ ഇടയിലൊക്കെ ചെറിയ മാറാല കാര്യങ്ങളൊക്കെ ഇരിക്കും. ഇതുപോലുള്ള കർട്ടനുകൾ ഇട്ടിരിക്കുന്നവർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഡസ്റ്റർ ഉപയോഗിച്ചും കഴിഞ്ഞിട്ട് അതിൻ്റെ ആ പൊടികളൊക്കെ നല്ലപോലെ തട്ടി കൊടുക്കണം കേട്ടോ. ആ കർട്ടൻ്റെ മുകളറ്റം മുതൽ താഴറ്റം വരെ നമ്മളിങ്ങനെ തട്ടി കൊടുക്കണം. കാരണം അങ്ങനെ തട്ടി താഴ്ത്തിടുമ്പോൾ നമുക്ക് മനസ്സിലാവും നിറയെ പൊടിയുണ്ടെന്ന്. അല്ലെങ്കിൽ നമ്മൾ അത്രയും അങ്ങോട്ട് കാര്യമാക്കില്ല. ഇപ്പോഴാണെങ്കിൽ നല്ല വേനൽക്കാലമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണൊക്കെ വരണ്ടിരിക്കുന്നു. അതുകൂടാതെ ഇവിടെയാണെങ്കിൽ നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ആ കാറ്റത്ത് ആ പൊടിമണ്ണ് എന്തായാലും ഇവിടെ വരെ വന്ന് ഈ കർട്ടനിലൊക്കെ തട്ടും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമ്മളിങ്ങനെ ജനലൊക്കെ തുറന്നിട്ടും കഴിഞ്ഞ് കർട്ടനൊക്കെ നല്ലപോലെ തട്ടി കൊടുക്കണം. അതുപോലെ തന്നെ ഈ ജനൽ കമ്പികളുടെ ഇടഭാഗങ്ങളിലൊക്കെ ഒന്ന് ഇങ്ങനെ തൂത്ത് കൊടുക്കണം കേട്ടോ. ഇവിടെയുള്ള പൊടി മാറാലിയും കാര്യങ്ങളൊക്കെ പോകണം. അപ്പോൾ ഇത് എല്ലാം നമ്മൾ വീട്ടമ്മമാർ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മക്കളെ കൊണ്ടോ വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്യിക്കാം. പക്ഷെ നമ്മളെപ്പോഴും ഓർക്കണം ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഡോറുണ്ടല്ലോ, ഡോറിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ ഈ മരത്തിൻ്റേതായിട്ടുള്ള ഓരോ ഡിസൈനൊക്കെ ഇട്ടിട്ടുണ്ടാവും. അവിടെയൊക്കെ ധാരാളം പൊടി തട്ടിയിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ കുറ്റിയിടുന്ന ആ കുറ്റിയുടെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും മുകളും താഴെയും ഒക്കെ പൊടികളൊക്കെ ഉണ്ടായിരിക്കും. അതും നല്ലപോലെ തട്ടി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് തുടച്ചും കൊടുക്കണം. അപ്പോൾ തുടച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നിറയെ പൊടിയുണ്ടെന്ന്. നനച്ചൊന്നും തുടയ്ക്കാൻ നിൽക്കണ്ട. നമുക്ക് കോട്ടൺ തുണി വെച്ചും കഴിഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ തുടച്ച് കൊടുത്താൽ മതി കേട്ടോ. മൂന്നാമത് നമ്മൾ വിട്ടുപോകുന്ന ഒരു ഭാഗമാണ് ഈ ഫർണിച്ചറുകളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ, സെറ്റിയൊക്കെ ആണെങ്കിൽ അത് തടിയുടെയൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ വിരിപ്പൊക്കെ മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളറ്റം അതുപോലെ തന്നെ സൈഡ് ഭാഗങ്ങൾ ഓരോ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ കൈപ്പിടിയുടെയൊക്കെ ആ ഭാഗമൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ധാരാളം പൊടികളുണ്ടായിരിക്കും. ഇതും ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ തട്ടി കളയാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പൊടികൾ തട്ടുകയും ചെയ്യാം, അതുപോലെ തുടച്ചും കൊടുക്കാം. ഇനി ഇത് കൂടാതെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫർണിച്ചറുകളൊക്കെ നമ്മൾ ഉന്തി മാറ്റിയിട്ട് അതിൻ്റെ ചുവട് ഭാഗങ്ങളൊക്കെ നമ്മൾ അടിച്ചു മാറ്റണം കേട്ടോ. നമുക്ക് 100 കൂട്ടം ജോലികളുള്ള കാരണം തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചൂലെടുത്തും കഴിഞ്ഞ് ഹോളൊക്കെ അടിച്ച് മാറ്റുമ്പോൾ അപ്പോൾ നമ്മൾ അത്ര അങ്ങോട്ട് ഓർക്കില്ല ഫർണിച്ചറുകളൊക്കെ വലിച്ചു മാറ്റി കഴിഞ്ഞിട്ട്
അതിൻ്റെ അടിഭാഗമൊക്കെ അടിച്ചു മാറ്റാനായിട്ട് നമുക്ക് അങ്ങനെ ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതൊക്കെ ഉന്തി മാറ്റി ആ ഭാഗങ്ങളൊക്കെ ഒന്ന് അടിക്കുക. അതുപോലെ തുടയ്ക്കുമ്പോൾ അവിടെയും ഒന്ന് തുടയ്ക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ സെറ്റിയുടെ ബാക്ക് ഭാഗത്തൊക്കെ എന്ത് തന്നെയായാലും ചെറിയ ചെറിയ മാറാലകളെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് തട്ടിക്കോളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാനൊക്കെ ഇടുമ്പോൾ ഈ പൊടി പടലങ്ങളൊക്കെ തട്ടിയിട്ടുള്ള കാറ്റാണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൊടികളൊക്കെ തട്ടി മാറ്റി ഇതൊക്കെ ഉന്തി നീക്കി ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ ബെഡ്റൂമൊക്കെ വൃത്തിയാക്കി അടിക്കുമ്പോഴൊക്കെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കട്ടിലിൻ്റെ ചുവടൊക്കെ നമ്മൾ നല്ല പോലെ അടിച്ചു മാറ്റി അതിൻ്റെ അടിയിലായിട്ട് സാധനങ്ങളൊന്നും തന്നെ വെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന 1-2 സാധനങ്ങൾ വെക്കാനായിട്ട് തോന്നുകയാണെങ്കിൽ ആ 1-2 സാധനങ്ങൾ ഒഴിച്ച് ബാക്കി ഒരു സാധനങ്ങളും വെക്കരുത്. എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കണ്ണെത്തണം കേട്ടോ. അല്ലാതെ കട്ടിലിൻ്റെ ചുവട് മുഴുവൻ നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആകെ ഒരു അസ്വസ്ഥതയായിരിക്കില്ലേ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ. പിന്നെ ആ കട്ടിലിൻ്റെ മുകളിൽ എത്ര നല്ല ബെഡും ബെഡ്ഷീറ്റും ഒക്കെ ആണെങ്കിലും നമുക്ക് കിടന്നുറങ്ങുമ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. 100 കൂട്ടം സാധനങ്ങളാണ് ഇതിൻ്റെ ചുവട്ടിൽ, അതിൻ്റെ മുകളിലാണ് നമ്മൾ കിടക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനൊരു സ്വസ്ഥത ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കട്ടിലിൻ്റെ ചുവട്ടിൽ കഴിയുന്നത് സാധനങ്ങൾ വെക്കാതെ നോക്കുക. വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾ മാറ്റിയിട്ടും നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ അടിക്കുകയും തുടയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ കട്ടിലിൻ്റെ ചുവട് ഭാഗത്തായാലും മാറാലും പൊടിയൊക്കെ വന്ന് അടിഞ്ഞുകൂടും. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസമെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കട്ടിലിൻ്റെ ചുവട് എന്ന് പറയുമ്പോൾ ഫ്ലോറല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, കട്ടിലിൻ്റെ ആ അടിഭാഗം ഉണ്ടല്ലോ, മരത്തിൻ്റേതായിട്ടുള്ള അടിഭാഗം, അവിടെയൊക്കെ നമ്മൾ പൊടിയൊക്കെ തട്ടി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം അടിഭാഗമൊക്കെ അടിച്ച് വൃത്തിയാക്കാനായിട്ട്. പിന്നെ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഫാനിൻ്റെ പൊടി തുടയ്ക്കാനായിട്ടുള്ളത് അല്ലേ. അടിഭാഗമൊക്കെ നമ്മളിങ്ങനെ പാട്ടും പാടി തുടച്ചും അടിച്ചൊക്കെ പോകും. പക്ഷെ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഫാനൊക്കെ ഒന്ന് അടിച്ച് ആ പൊടിയൊക്കെ തട്ടി കളയാനായിട്ട് മറക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും നമ്മുടെ ഓർമ്മയിൽ എന്തായാലും വേണം. ഫാനൊക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ പൊടിയൊക്കെ തട്ടി കോട്ടൺ തുണിയൊക്കെ വെച്ച് തുടച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ വിട്ടുപോകുന്ന മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ബോർഡുകളാണ് കേട്ടോ. സ്വിച്ച് ബോർഡ് അതുപോലെ തന്നെ ഫാൻ്റെ റെഗുലേറ്റർ ഈ വക കാര്യങ്ങളൊക്കെ ഒന്നൊരു കോട്ടൺ തുണി വെച്ച് തുടച്ചൊക്കെ കൊടുക്കാനായിട്ട് ഇടയ്ക്കെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതും ഉണ്ടാവുന്ന ആ പൊടികളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്താലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തിയും വെടുപ്പുള്ള ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യമാണ്. അത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി കുറേ ടൈം എടുത്ത് എല്ലാം കൂടി ഒരു ദിവസം ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചാൽ മതി. എല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭാരമായിട്ട് തോന്നും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം ഓരോ ദിവസമായിട്ട് നമ്മൾ ചെയ്ത് അത് മുഴുവനാക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റോ ഒക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല. കാരണം നമ്മൾക്ക് നല്ല ബോധ്യമുണ്ടല്ലോ നമ്മളെല്ലാവിടെയും വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ അടിച്ചു വാരിയൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ടെൻഷനും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആകെ ഒരു വെപ്രാളാണ് അല്ലേ. അയ്യോ അവിടെ പൊടിയുണ്ട് ഇവിടെ പൊടിയുണ്ട്, അയ്യോ അത് കാണോ ഇത് കാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയും വെടുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങോട്ട് സുഖമായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റൂല്ലേ. നമ്മൾ വീട്ടമ്മമാർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വീടൊക്കെ നല്ല വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് തോന്നും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ അലങ്കോലമായിട്ടാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ആകെ ടെൻഷനാണല്ലേ, ഇനി ഒരുപാട് പണിയുണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ ഒരുപാട് പണിയുള്ളപ്പോൾ അതവിടെ ഇട്ടും കഴിഞ്ഞ് മൊബൈലോ അതുപോലെ തന്നെ ടി വിയൊക്കെ നോക്കിയും കഴിഞ്ഞ് നമ്മൾ കുറേ സമയം കളയരുത് കേട്ടോ. ഇതൊക്കെ ഒരു സൈഡാക്കി നമ്മൾ വെക്കുക. അതിനൊപ്പം തന്നെ നമ്മൾ ജോലി ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ ജോലികളൊക്കെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഫ്രീ ടൈം ഉണ്ടല്ലോ, അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കാം. ഇപ്പോൾ ഡാൻസ് ക്ലാസ് ആണെങ്കിൽ ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ് ആണെങ്കിൽ അത്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് കിടക്കുന്നത് അല്ലേ നമ്മുടെ ചുറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് തിരിയാം. ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കും ഇഷ്ടം. അങ്ങനെ ഓരോരുത്തരും ഓരോ ഇഷ്ടമാണ്. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് കെയറിനായിട്ട് കുറച്ച് സമയം നമുക്ക് മാറ്റി വയ്ക്കാം.
നമ്മളെപ്പോഴും ജോലിയൊക്കെ എടുത്തും കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്നവരായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും കുറച്ച് സമയമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. എന്തെങ്കിലും മുഖത്ത് നമുക്ക് ഫേസ് പാക്ക് ഇടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ പാക്ക് ഇടാനോ ഇതിനൊക്കെ ആയിട്ട് ഒരു സമയമൊക്കെ കണ്ടെത്തണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി തന്നെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടല്ലോ, അതും നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം തോട്ടത്തിൽ വന്നു കഴിഞ്ഞ് കുറച്ച് നനയ്ക്കുകയും അതുപോലെ തന്നെ വാടിയ ഇലകൾ പച്ചമുളകിലുണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കളയുകയൊക്കെ ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ വന്ന് ഇതൊക്കെ നോക്കാറുള്ളത്. ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങുകയും അവിടെ ഇവിടെയും എല്ലാം ചെയ്ത് ഒന്നും മുഴുമിപ്പിക്കാതെ അങ്ങനെ വലിച്ചിടുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആകെപ്പാടെ ഒരു തരം ലൈഫായിട്ട് മാറും. അതിന് പകരം നമ്മൾ ചിട്ടയോടുകൂടി ഇത്ര ടൈം ഇന്ന ജോലിക്ക് എന്നുള്ളതൊന്ന് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൃത്യസമയത്ത് തന്നെ എല്ലാ ജോലികളൊക്കെ ചെയ്ത് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഫ്രീ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടു ജോലികളൊക്കെ കറക്റ്റ് ടൈമിന് ചെയ്യാനായിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്യുക. അങ്ങനെ കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ടൈമിൽ ആ കാര്യം ചെയ്യണം എന്നുള്ളൊരു തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് സെറ്റായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. എൻ്റെ കൂട്ടുകാർ ഇനി വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ഓർമ്മയുണ്ടായിരിക്കണം കേട്ടോ. അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വെടുപ്പും വൃത്തിയുള്ള വീട്ടിൽ നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.